ഹായ് മക്കളെ, അങ്ങനെ +1 പരീക്ഷ ഇങ്ങ് അടുത്തെത്താറായില്ലേ? ഞാൻ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. ഈ വരുന്ന +1 പരീക്ഷയിൽ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് 520 മാർക്കിൽ 500 മാർക്കിൻ്റെ മുകളിൽ കിട്ടുമോ ഇല്ലയോ? എല്ലാവരും ഒന്ന് വീഡിയോ പൗസ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേ. 2 ആൻസർ മാത്രം, യെസ് ഓർ നോ. കിട്ടൂല 500 മാർക്ക്, 520ൽ 500 മാർക്ക് കിട്ടൂല്ലോ. ആൻഡ് എനിക്ക് ഉറപ്പാണ് ഭൂരിഭാഗം കുട്ടികളുടെയും ആൻസർ എന്തായിരിക്കും? ഇല്ല സാറേ കിട്ടൂല, ഇങ്ങനെ പോയാൽ എനിക്ക് കിട്ടൂല എന്നാണ് അല്ലേ? ആൻഡ് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാലോ, പലർക്കും പല റീസൺ ഉണ്ടെങ്കിലും അതെല്ലാം കൂടെ എത്തിച്ചേരും ഒരൊറ്റ കാര്യത്തിലാണ്: ഞാൻ മര്യാദയ്ക്ക് പഠിക്കുന്നില്ല അല്ലേ? ശരിയല്ല, ഞാൻ മര്യാദയ്ക്ക് പഠിക്കുന്നില്ല എന്നുള്ളത് തന്നെ. ഈ പഠിക്കുന്നില്ലാത്തതിന് നിങ്ങൾക്ക് 2 റീസൺ ഉണ്ടാവും. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമയമില്ല, പഠിക്കാൻ സമയമില്ല സാറേ, വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. രണ്ടാമത്തെ റീസണോ, സാറേ വിചാരിച്ചാൽ എനിക്ക് സമയമൊക്കെ കിട്ടും. പിന്നെയോ, ഈ സമയം കിട്ടിയിട്ടും നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്നില്ലെങ്കിൽ അതിന് 3 റീസൺസ് ഉണ്ടാവും. ഒന്നാമത്തെ റീസൺ, സാറേ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, സാറേ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. രണ്ടാമത്തതോ, സാറേ എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹമൊക്കെ ഉണ്ട് സാറേ, പക്ഷെ എനിക്കെന്തില്ല, അതിനുള്ള മോട്ടിവേഷൻ ഇല്ല സാറേ, എനിക്കെന്താണ് പഠിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല സാറേ. മോട്ടിവേഷൻ, എനിക്ക് പഠിത്തത്തിൻ്റെ ഇമ്പോർട്ടൻസും അത് മാർക്ക് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല. ആൻഡ് മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, സാറേ എനിക്കെന്താണ്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് മോട്ടിവേറ്റഡ് ആണ്, അതായത് ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മയില്ല. മൂന്നാമത്തെ കേസ് അല്ലേ? ഇതാണ് ഒരു കുട്ടിക്ക് ഇങ്ങനെ പോയാൽ മാർക്ക് കിട്ടൂല 500ൻ്റെ മുകളിലുണ്ടെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ ചാൻസസും. അതായത് എനിക്ക് പഠിക്കാൻ സമയമില്ല സാറേ, അല്ലെങ്കിൽ എനിക്ക് സമയമുണ്ട് സാറേ പക്ഷെ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. മൂന്നാമത്തെ, സാറേ എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ പഠിക്കാൻ തോന്നുന്നില്ല അല്ലേ? അപ്പം നമ്മളിവിടെ കവർ ചെയ്യുന്നത് ഒരൊറ്റ കേസ് മാത്രമാണ്. നിങ്ങൾ ഇതിൽ ഏതാണെന്നിട്ട് ആദ്യം ഒന്ന് പറഞ്ഞേ. അതായത് നിങ്ങൾ കേസ് 1 ഇതാണ്, കേസ് 2 ഇതാണ്, സമയമുണ്ട് പക്ഷേ താല്പര്യമില്ല, കേസ് 3 ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എന്തില്ല, മോട്ടിവേഷൻ ഇല്ല. ആൻഡ് 4ാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കുന്നൊക്കെ ഉണ്ട് സാറേ ഓർമ്മയില്ല. നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആൻഡ് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാലും എൻ്റെ ഒരു വിശ്വാസം ഭൂരിഭാഗം കുട്ടികൾ ഉണ്ടാവുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയാണ്. സാറേ പഠിക്കേണ്ട ആവശ്യമൊക്കെ എനിക്കറിയാം പക്ഷേ പഠിക്കാൻ തോന്നുന്നില്ല. അതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ അവസാനിക്കും, പക്ഷേ ഉറപ്പായിട്ടും 100% പ്രാക്ടിക്കലി വർക്കിംഗ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണം. കാരണം ഇത് +1 കുട്ടികൾക്കുള്ള പുതിയൊരു ചാനലാണ്. ഭൂരിഭാഗം നിങ്ങളുടെ ക്ലാസ്സിലൊന്നും ഭൂരിഭാഗം ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമേ അവരിലേക്ക് എത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാണോ. ഈ പഠിക്കാൻ തോന്നുന്നില്ല എന്നുള്ള കാര്യം എന്താ വെച്ചാൽ, എന്താ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കേണ്ടത്, എപ്പോഴാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്കില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എനിക്ക് തന്നെ അറിയട്ടോ, എൻ്റെ ചില ദിവസങ്ങൾ എന്തായിരിക്കും കൃത്യമായ പ്ലാൻ ഉണ്ട്. രാവിലെ എന്താണ് 5:30 എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നവരെ കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ അന്ന് ഭൂരിഭാഗം ആ പ്ലാൻ പ്രകാരം നടക്കാറുണ്ട്. അല്ലെങ്കിലോ ഒരുപാട് സമയം ഞാൻ വേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ കേസിൽ എന്താണ്, തുടക്കത്തിൽ സാറേ പ്ലാൻ എഴുതി അന്ന് എൻ്റെ ഒന്നും വർക്ക് ചെയ്യാനില്ല എന്നൊക്കെ നിങ്ങൾ കരുതുകയാണെങ്കിലും അൾട്ടിമേറ്റ്ലി നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ആൻഡ് ഈ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അടുത്തൊരു മാസത്തേക്കൊന്നും പ്ലാൻ ഇപ്പം ഉണ്ടാക്കേണ്ട. നിങ്ങൾ വീഡിയോ ഇന്നാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള സമയം നിങ്ങൾക്ക് പഠിക്കാൻ സമയമുള്ള സമയത്ത് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. 1.5 മണിക്കൂർ പഠിക്കാനും ഒരു 20 to 30 മിനിറ്റ് ബ്രേക്കും വെച്ചുകൊണ്ട് എന്ത് ചെയ്തോ നിങ്ങൾ പ്ലാൻ ചെയ്തു. ഈ ബ്രേക്ക് വേണം 5 മിനിറ്റ് ആവുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് 1.5 മണിക്കൂർ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒറ്റ സ്ട്രെച്ച് പഠിക്കാൻ പറ്റണം. അതിൻ്റെ താഴത്തോട്ടേക്ക് പോരുത്. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്തതിൽ പറഞ്ഞുതരാം. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ദിവസത്തെ സ്ലോട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാനുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. ആ സമയം വെച്ചിട്ട് 1.5 മണിക്കൂർ സ്ലോട്ടിൽ ഇന്ന വിഷയം പഠിക്കാം, ഇന്ന വിഷയത്തിൽ ഇന്ന ചാപ്റ്റർ പഠിക്കാമെന്ന് മാത്രം എഴുതാം. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ നമുക്ക് എഴുതണം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഈ ട്രാക്ക് കയറാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റ് ഏത് ചാപ്റ്റർ എങ്ങനെ പഠിക്കും. വീഡിയോ കണ്ടിട്ടാണ് വീഡിയോ, യൂട്യൂബാണ് യൂട്യൂബ്, എജ്യൂപോർട്ടിൻ്റെ വീഡിയോ ആണ് എജ്യൂപോർട്ടിൻ്റെ വീഡിയോ, ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അതായത് സബ്ജക്റ്റ്, ചാപ്റ്റർ, ഹൗ, ഇത്രയും കാര്യങ്ങൾ എന്തായിരിക്കണം നിങ്ങൾ ഒരു പ്ലാനിൽ ഉണ്ടായിരിക്കണം. 1.5 മണിക്കൂറിൻ്റെ ഗ്യാപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളത് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഓക്കെ, ചെയ്യാൻ പറ്റുമല്ലോ.
ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോഴും ഭൂരിഭാഗം കുട്ടികൾക്ക് എന്താ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അങ്ങോട്ട് കിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് 5 minutes റൂൾ. അതായത് നിങ്ങൾക്ക് പലപ്പോഴും അതായത് രണ്ട് രീതി ചെയ്യുന്നത്, രാവിലെ 6 മണിയുടെ സ്ലോട്ടൊക്കെ നിങ്ങൾ ചെയ്യുമായിരിക്കും. പക്ഷേ 6 മണി കഴിഞ്ഞ് 7:30 വരെ നമ്മൾ പഠിച്ചിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് അടുത്തതാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ രാവിലെ 6 മുതൽ 7:30 വരെ പഠിച്ചിട്ടില്ലേ നമ്മളെ മൂഡ് മൊത്തം പോകും. അങ്ങനത്തെ കേസിലും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതൊക്കെ സ്ലോട്ടിലാണോ നിങ്ങൾ പഠിക്കാൻ പറഞ്ഞത്, അതായത് രാത്രി 8 മണിക്ക് നിങ്ങൾക്ക് എന്താണ് ബയോളജിയിലെ 3ാമത്തെ പാഠം നിങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങൾക്ക് എത്ര മൂഡില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് 5 മിനിറ്റെങ്കിലും ആ കാര്യം പഠിക്കാൻ, അതായത് ഏത് സബ്ജക്റ്റ് ഏത് ചാപ്റ്റർ എങ്ങനെ പഠിക്കുക എന്നുള്ളത് അതൊരു 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കാൻ നോക്കണം. അതുപോലും നിങ്ങളെ കൊണ്ട് പറ്റൂലെങ്കിൽ നിങ്ങൾ നിർത്തിപ്പോയിക്കും, നിങ്ങൾ വേറെ വല്ല പണിക്കും പോയിക്കൊന്നു. അതായത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ആകെ 5 മിനിറ്റ് പഠിക്കാനാണ്. 5 മിനിറ്റ് നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 1.5 മണിക്കൂറിലേക്ക് പഠിക്കാൻ മിക്കവാറും പറ്റും. ചിലപ്പോൾ പറ്റില്ല, അന്നത്തെ ദിവസം തേക്കോട്ടെ, ആ ഒരു സ്ലോട്ട് എന്തേക്കോട്ടെ പോയിക്കോട്ടെ. അത് അവിടെയാണ് ഈ 1.5 മണിക്കൂറിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഇതിനെന്താണ്, മുമ്പ് നമ്മൾ പോമഡോറോ ടെക്നിക് എന്നൊക്കെ ഭയങ്കരമായിട്ട് എന്താ ആൾക്കാർ പറയാറുണ്ടായിരുന്നു, മുമ്പ് ഞാനും ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് 25 മിനിറ്റിൻ്റെ സ്ലോട്ടാണ്. അത് നമ്മൾ പഠിച്ച് തുടങ്ങി ഒന്ന് ട്രാക്കിലാവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, 25 മിനിറ്റ് ആയി. അപ്പോൾ പിന്നെ നമുക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നും, പിന്നെ ആ ഫ്ലോ അങ്ങോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ അൾട്രാഡിയൻ റിതമാണ്. അൾട്രാഡിയൻ റിതം നമ്മുടെ സ്ലീപ്പ് സൈക്കിളൊക്കെ ഈ 1.5 മണിക്കൂറിൻ്റെ സൈക്കിളായിട്ടാണ് ഉണ്ടാവുക. നമ്മളെ സയൻസ് ആയിട്ടും നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി ആയിട്ടൊക്കെ കണക്റ്റഡ് ആണ്. സോ 1.5 മണിക്കൂർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിനായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പമായിരിക്കും, ഒട്ടും ബോറടിക്കാതെ 1.5 മണിക്കൂർ വരെ പഠിക്കാൻ പറ്റും. ആൻഡ് ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റിവാർഡ് യുവർ സെൽഫ്. അതെന്താ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിക്കാത്തതിന് സമയമില്ലാത്തൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ളത്. ചിലപ്പോൾ എന്തായിരിക്കും, യൂട്യൂബ് ആയിരിക്കും, ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ആയിരിക്കും, ചിലപ്പോൾ വേറെ വല്ല വെബ്സൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്, അങ്ങനെയുള്ള പല റിലേഷൻഷിപ്പ്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനം എന്ത് ചെയ്യണം, ഓരോ ദിവസവും നിങ്ങൾ തൽക്കാലം അവിടെ ചെയ്യാതിരിക്കണം. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം എപ്പോഴും ഭയങ്കര അഡിക്ഷനാണ്. തൽക്കാലം ഇൻസ്റ്റഗ്രാം ഒരു ദിവസം നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പറയുന്ന നിങ്ങൾ ചെയ്ത പ്ലാൻ പ്രകാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് എന്ത് ചെയ്തോ, ഒരു 30 മിനിറ്റ് നിങ്ങളത് ഉപയോഗിച്ചോ. എന്താണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ സാറ് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സാധനം മിസ് ചെയ്തിട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എന്താ പറയുക, നമ്മളുടെ പ്ലാന് പ്രകാരം നമ്മൾ ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും നമുക്കൊരു 1/2 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം, അതായത് നമ്മൾ അധ്വാനിച്ച് നേടിയെടുത്ത ഒരു 1/2 മണിക്കൂറാണെന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, അടുത്ത ദിവസം അത് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങൾ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം, ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങൾ എന്നും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്, അതായാലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ട ആരോടെങ്കിലും നിങ്ങൾ സംസാരിക്കണ്ടേ, അത് മാറ്റി വെച്ചിട്ട് ഈ എൻ്റെ ടാർഗറ്റ് തീർത്താൽ മാത്രമേ ഞാൻ കാണുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇനി അടുത്ത കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കി. ആ ഒരൊറ്റ കാര്യത്തിൻ്റെ മോട്ടിവേഷനിൽ, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം KFC കഴിക്കണം, അല്ലെങ്കിൽ ബർഗർ കഴിക്കണം, ഷവർമ കഴിക്കണം, അത് കഴിക്കുമെങ്കിൽ ഞാൻ ഈ ഒരു സാധനം ചെയ്യും എന്നിട്ട് അതിൻ്റെ മോട്ടിവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ്. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു 2-3 ദിവസമെങ്കിലും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഷുവറായിട്ടും ഇഷ്ടപ്പെടും, സാധനം വർക്ക് ചെയ്യും. എന്തൊക്കെയാണ്, കൃത്യമായി പ്ലാൻ ചെയ്യുക, 5 മിനിറ്റ്സ് റൂള്, 1.5 മണിക്കൂർ അൾട്രാഡിയൻ റിതം ആൻഡ് റിവാർഡ് യുവർ സെൽഫ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ചിലപ്പോഴൊക്കെ ഈ സാധനമൊക്കെ നിങ്ങളോട് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കാം, ക്വൈറ്റ് ഹ്യൂമനാണ് ആ കാര്യം. പക്ഷേ എപ്പം നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോയാലും വീണ്ടും തിരിച്ച് ട്രാക്കിലേക്ക് എത്ര പെട്ടെന്ന് നിങ്ങൾ കയറുന്നോ അത്രയും സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ്. വീണ് പോയേക്കാം, ചാടി എഴുന്നേക്കണം എത്രയും പെട്ടെന്ന്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് +1 500 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടും, ഷുവറാണ്. ആൻഡ് ഇനി നിങ്ങൾ നേരിടുന്ന മറ്റ് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ ചാനൽ. ബൈ.